പരിശുദ്ധ തിരുമേനിയുടെ 114-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്നതായ കൺവെൻഷൻ പരമ്പരയുടെ 3-ാം ദിവസത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് 2 പിതാക്കന്മാരുടെ സാന്നിധ്യം നമ്മോടുകൂടിയുണ്ട്. നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനി ഈ ആഴ്ച മുഴുവനും പെരുന്നാൾ തീരുന്നിടം വരെ ഇവിടെ താമസിച്ച് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇന്ന് സന്ധ്യാനമസ്കാരത്തിന് നേതൃത്വം നൽകിയത് തുമ്പോൺ ഭദ്രാസനാധിപൻ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിയാണ് നാളെ വിശുദ്ധ ബലിക്ക് കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. നാളെ 2000 ഗായക സംഘ അംഗങ്ങളുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലുണ്ട്. മുഖ്യ കാർമ്മികത്വം തിരുമേനിയാണ് വഹിക്കുന്നത്. 2 പിതാക്കന്മാരെയും ഇന്നത്തെ ഈ കൺവെൻഷൻ പ്രോഗ്രാമിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസ സമൂഹത്തെയും കടന്നു വന്നിരിക്കുന്ന നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളെയും സിസ്റ്റേഴ്സിനെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നത് കോട്ടയം ഭദ്രാസനത്തിലെ വൈദികനായിരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് അച്ഛനാണ്. അച്ഛന് യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. തുടർന്ന് എം ജോസഫ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി. ഇപ്പോൾ പാമ്പാടി സെൻറ്റ് ജോൺസ് കത്തീഡ്രലിൻ്റെ വികാരിയായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. മലങ്കര സഭയിലെ അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗകൻ, ധ്യാനഗുരു തുടങ്ങിയ നിലകളിലെല്ലാം അതിൻ്റെ ശുശ്രൂഷ ഇന്ന് മലങ്കര സഭയിൽ ലഭിക്കുന്നു. സുറിയാനിയിൽ ഡോക്ടറേറ്റ് അച്ഛൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതായ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഇന്ന് വചനം പ്രസംഗിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വാതിൽ മുട്ടുന്നു ദാസർനാദം ആവേശ്യ താല്യാജിക്കും അടിയാരെ തള്ളിടല്ലേ നിന്നെ വിളിക്കും നീ നാഥ നിന്നുദവിക്കായി ബലഹീനർ നല്ലവനേ കാരുണ്യത്താൽ നൽകണമേ യാചിപ്പൂ. ദൈവത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബാറഖ്മോർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യം മുതൽ ഇന്ന് വന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനും സർവശക്തനും ഞങ്ങളെ കരുതുന്നവനുമായ സ്വർഗസ്ഥ പിതാവേ, പ്രബോധന ശുശ്രൂഷയ്ക്കായി തിരുസന്നിധിയിൽ തിരുനിവാസ സ്ഥലത്ത് ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുന്ന് തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും അവിടുന്ന് പരിഹരിക്കണമേ. ദൈവമായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധ ശുശ്രൂഷയുടെ സമയത്ത് ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിയവരും കുഴഞ്ഞവരുമായ പുരുഷാരത്തെ കണ്ടിട്ട് അവിടുന്ന് മനസ്സലിഞ്ഞ് തിരുവായി മൊഴിഞ്ഞ് അവരോട് അരുൾ ചെയ്തു. അപ്പോസ്തലന്മാരെ പ്രബോധന ശുശ്രൂഷ അവിടുന്ന് ഫലമേൽപ്പിച്ചു. കർത്താവെ, ഈ ശുശ്രൂഷ നടപടിയായി നിർവഹിപ്പാൻ അപ്പോസ്തോലിക പൈതൃകത്തിൽ നിലകൊണ്ടുകൊണ്ട് അവിടുത്തെ സുവിശേഷത്തെ പ്രഖ്യാപിക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനും
ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും അവിടുന്ന് പരിഹരിച്ച് സത്യപ്രബോധനത്തിനായി അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ശുദ്ധിമതിയായ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയെ മുടക്കരുതേ. ഏകപുത്രൻ ഞങ്ങളെല്ലാവരിലും കരുണ ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ കർത്താവെ, നിന്നെ സ്നേഹിച്ച നബിയന്മാരുടെയും സുവിശേഷം പ്രസംഗിച്ച ശ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും നിറപടിയായി ശുശ്രൂഷ നിർവഹിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളിൽ രോഗികളായിരിക്കുന്നവർക്ക് ആത്മശരീര മനസ്സുകളുടെ സ്വസ്ഥതയാൽ സൗഖ്യം നൽകണമേ. മാനസാന്തരത്തിൻ്റെ അനുഭവം അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ, തിരുസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് സ്വർഗീയ ഊറുശലേമിൽ നല്ല ഓർമ്മ നൽകണമേ. സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങയ്ക്കും അവിടുത്തെ ഏകജാതനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനിമാർ, വന്ദ്യരായ റമ്പാച്ചന്മാർ, കോർപ്പിസ്കോപ്പ വൈദികർ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 114 ഓർമ്മയിൽ ഈ പ്രബോധന ശുശ്രൂഷയ്ക്കായി ഈ പുണ്യസ്ഥലത്ത് നിൽക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ കരുണയ്ക്ക് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനി മലങ്കര സഭയ്ക്ക് സർവശക്തനായ ദൈവം നൽകിയ വരദാനമാണ്. പ്രത്യേകിച്ച് മലങ്കര സഭ അനുധാവനം ചെയ്യുന്ന പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെയും സുറിയാനി ആധ്യാത്മികതയുടെയും എക്കാലത്തും സ്മരിക്കപ്പെടുന്ന നല്ല മാതൃകയാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. എല്ലാ തത്വസംഹിതകൾക്കും മതക്രമീകരണങ്ങൾക്കും ജീവിക്കുന്ന മാതൃകകൾ ഉണ്ടാകുമ്പോഴാണ് ആ തത്വസംഹിതയ്ക്കും മത കാഴ്ചപ്പാടിനുമൊക്കെ സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ചും പൗരസ്ത്യ ആധ്യാത്മികതയെക്കുറിച്ചുമൊക്കെ പ്രബോധനങ്ങളിൽ വിഷയീഭവിപ്പിക്കുമെങ്കിലും ജീവിതത്തിലൂടെ അത് മാതൃകയാക്കി തീർത്തത് പരിശുദ്ധനായ പരിമല തിരുമേനിയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ മാതൃകയുടെ ഭംഗി നശിക്കാതെ, ആ മാതൃകയുടെ പ്രകാശം നിലയ്ക്കാതെ നിലനിൽക്കുന്നു എന്നതാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനം. മലങ്കര സഭയെ സംബന്ധിച്ച് വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പരിമല തിരുമേനി വഹിച്ചിരുന്ന ആധ്യാത്മിക ജീവിതത്തിൻ്റെയും മലങ്കര സഭയുടെ പൊതുവായ നിലനിൽപ്പിൻ്റെയും ഒക്കെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. മലങ്കര മെത്രാപ്പൊലീത്തായോടൊപ്പം മലങ്കര സഭയുടെ ഒരുമിപ്പിനു വേണ്ടി, മലങ്കര സഭയുടെ വിശ്വാസം നശിച്ചു പോകാതെ നിലനിൽക്കുന്നതിന് വേണ്ടി തിരുമേനി സ്വീകരിച്ച നിലപാടുകളും തിരുമേനിയുടെ കാഴ്ചപ്പാടുകളും കാലഘട്ടത്തെ അതിജീവിച്ച് കാലികമായി ഇന്നും പ്രസക്തമായി നിലകൊള്ളുകയാണ്. അവിടെയാണ് പുണ്യശ്ലോകനായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ യഥാർത്ഥത്തിൽ ഇന്നും പ്രസക്തമായിരിക്കുന്നതും മലങ്കര സഭ ആദരവോടെ പരിമല തിരുമേനിയെ കാണേണ്ടതിൻ്റെയും വളരെ ശക്തമായ ആവശ്യകത. നമുക്കറിയാവുന്നതുപോലെ എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹികമായ ഉന്നമനത്തിൻ്റെ മേഖലകളിലും, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ വളരെ ശക്തമായ നവോത്ഥാനത്തിൻ്റെ ഒരു ധ്വനി കേരള ചരിത്രത്തിൽ മുഴങ്ങുന്ന സാഹചര്യത്തിൽ ആധ്യാത്മിക നവോമണ്ഡലത്തിലെ നവോത്ഥാനത്തിൻ്റെ പ്രതിനിധിയും നല്ല മാതൃകയുമായി പരിശുദ്ധനായ പരിമല തിരുമേനി നിലകൊണ്ടു. ഇന്നും പരിമല തിരുമേനി ജീവിക്കുന്നു. അതാണ് സത്യം. മലങ്കര സഭയെ സംബന്ധിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 114-ാം ഓർമ്മയുടെ ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രസക്തമായ വിഷയങ്ങൾ അനവധിയാണ്. ഭാരതത്തിൻ്റെ ജനസംഖ്യ 100 കോടി കവിഞ്ഞു. എന്നാൽ പരിമല തിരുമേനി ഉൾപ്പെടുന്ന ആധ്യാത്മിക ആ ആധ്യാത്മിക ക്രമീകരണത്തിൻ്റെയും വർഗത്തിൻ്റെയും ജനസംഖ്യ ഒന്നിനൊന്നിന് കുറയുകയാണ്. ലോകത്തിൽ ജനസംഖ്യ വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഭാരതത്തിലെ ജനസംഖ്യാ വർധനവ് ത്വരിതഗതിയിലാണ്. എന്നാൽ സഹോദരങ്ങളെ, മലങ്കര നസ്രാണികളെ കുറിച്ച് ചിന്തിക്കുമ്പം
മലങ്കര സഭയിലെ അംഗങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ വളർച്ച ത്വരിതഗതിയിലല്ല, മറിച്ച് നമ്മൾ ഒന്നിനൊന്നിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു എത്നിക് സമൂഹത്തിന്റെ ഡിഗ്രഡേഷൻ ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ കുറവ് വളരെ ശക്തമായി നിലകൊള്ളുകയാണ്. ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ കുറെ കഴിയുമ്പം മലങ്കര നസ്രാണികൾ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കുമോ എന്നത് സംശയം. എന്താണ് നമ്മുടെ പ്രസക്തി കുറയുന്നതും ജനസംഖ്യ ആനുപാതികമായി കുറയുന്നതും? ഇതിൻ്റെ കാരണങ്ങൾ വളരെ ശക്തമായി വിലയിരുത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മലങ്കര സഭയെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമെന്ന് പറയുന്നത് സഭയിലെ കേസോ സഭയുടെ മറ്റ് പ്രതിസന്ധികളോ ഭരണപരമായ കുറവുകളോ, അതിലൊക്കെ പ്രതിസന്ധികൾ കണ്ടേക്കാം. എന്നാൽ അതിലൊക്കെ വലുതായി സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വിശ്വാസ സമൂഹത്തിൻ്റെ സംഖ്യ കുറയുന്നു. സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം ഒന്നിനൊന്നിന് കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. അവിടെയാണ് സഹോദരങ്ങളെ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച സുറിയാനി പാരമ്പര്യത്തിൻ്റെയും പൗരസ്ത്യ ആധ്യാത്മികതയുടെയും വിശ്വാസ ജീവിതത്തിൻ്റെയും എക്കാലത്തും പ്രതിഫലിപ്പിക്കുന്ന ഉന്നത ഗോപുരവും ശ്രേഷ്ഠമായ മാതൃകയുമാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. പരിമല തിരുമേനിയുടെ ഓർമ്മയിൽ മലങ്കര സഭയുടെ അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ അടിത്തറ അത് കൂടുതൽ വ്യക്തമാക്കുവാനും ആ ജീവിത സാഹചര്യം തെരഞ്ഞെടുക്കുവാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഞാനും നിങ്ങളും ഓർക്കേണ്ടിയ ഈ നശ്വരമായ ലോക ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ലോക ജീവിതത്തിലേക്കുള്ള കാഴ്ചപ്പാടുകളും സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ കുറിച്ചുമുള്ള ശരിയായ അവബോധം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ വേദഭാഗം പൊതുവെ വാങ്ങിപ്പോയവരെ ഓർക്കുന്ന സമയത്ത് വായിക്കുന്ന വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ടോ എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സഹോദരങ്ങളെ, പരിശുദ്ധനായ പരിമല തിരുമേനി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് 114 വർഷം കഴിഞ്ഞു. എന്നാലും ഇന്നും മലങ്കര സഭയിൽ ആകമാനം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ ശ്രേഷ്ഠവും സജീവവുമാണ്. പരിമല തിരുമേനി മാത്രമല്ല, നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ സജീവരാണ്. അവരുടെ ഓർമ്മ നമുക്ക് ശ്രേഷ്ഠമാണ്. ഈ പിതാക്കന്മാരെയും സകല വാങ്ങിപ്പോയവരെയും നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ ആധ്യാത്മികത പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വേദഭാഗത്തിന്റെ മുഖവരയായിട്ട് പറയട്ടെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ആധ്യാത്മികതയുടെയും അടിസ്ഥാനം. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് രോഗസൗഖ്യവും പ്രഭാഷണവും ജനക്കൂട്ടവും ഭക്തജന പ്രവാഹവും ഒക്കെയാണ് സഭയുടെ വളർച്ചയുടെയും അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനമായി പല മനുഷ്യരും പ്രത്യേകിച്ചും മതവിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം കർത്താവേശു മിശിഹായുടെ പുനരുത്ഥാനമാണ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അപ്പോസ്തോലിക സമൂഹം
വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമായി ചിത്രീകരിച്ചത്. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രേ. ഇന്ന് ആധ്യാത്മിക ജീവിതത്തിലും അതുപോലെ തന്നെ മതജീവിതത്തിന്റെ പൊതുവീക്ഷണത്തിലുമൊക്കെ ഈ മരണത്തിനപ്പുറമായ ജീവിതത്തിന്റെ പ്രസക്തി, മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ജീവിതത്തിന്റെ പ്രസക്തി ഇന്ന് തുലവും കുറഞ്ഞു വരികയാണ്. ചരിത്ര ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്ന കാര്യസാധ്യവും ലഭിക്കുന്ന നേട്ടങ്ങളുമാണ് ആത്മീക വിശ്വാസത്തിന്റെ ആത്മീക ജീവിതത്തിന്റെ അടിത്തറയായി പലരും കാണുന്നത്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. പൗരസ്ത്യ സഭയുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ചോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തിൽ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചോ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഞാനും നിങ്ങളും അടിസ്ഥാനപ്പെടുത്തേണ്ടത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാർ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷ ഘോഷണാർത്ഥം പോയി. ധന്യനായ മാർത്തോമാ ശ്ലീഹ മലങ്കര സഭയിൽ വന്നു. തോമാ ശ്ലീഹായിൽ നിന്ന് നമുക്ക് ലഭിച്ച അപ്പോസ്തോലിക പാരമ്പര്യം യഥാർത്ഥത്തിൽ തോമാ ശ്ലീഹായെ മലങ്കര സഭയിലേക്ക്, ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ തോമാ ശ്ലീഹായാൽ കാണിച്ചു തന്ന അപ്പോസ്തോലിക പൈതൃകത്തിൽ അനേക കഷ്ടപ്പാടുകളെ അഭിമുഖീകരിച്ചോ അനേക പിതാക്കന്മാർ ജീവിതം മാതൃകയാക്കിയതിന്റെ അടിസ്ഥാനം അവരുടെ കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. പരിമല തിരുമേനിയുടെ ഓർമ്മയിലും നമ്മൾ പലപ്പോഴും ഈ കബറെടുത്തെങ്കിൽ വന്ന് വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്വാഭാവികമായും ആത്മീക ജീവിതത്തിൽ അതിനുള്ള പ്രസക്തി അല്പസ്വല്പമുണ്ട്. രോഗസൗഖ്യവും നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യസാധ്യങ്ങളും ഒക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ വിഷയീഭവിച്ചേക്കാം. എന്നാൽ സഹോദരങ്ങളെ, ആത്യന്തികമായത് അതല്ല. ആത്യന്തികമായത് ഈ താത്കാലിക ജീവിത സാഹചര്യത്തിനപ്പുറമായി മരണത്തെ അതിജീവിച്ചോ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ രോഗത്തിന്റെ നടുവിൽ, നമ്മുടെ കഷ്ടപ്പാടിന്റെ നടുവിൽ, നമ്മൾ അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങളുടെ നടുവിൽ നമുക്കൊരു ബോധ്യമുണ്ടാകണം. ഈ കഷ്ടപ്പാടുകളെല്ലാം അഭിമുഖീകരിച്ചോ അതിനെ അതിജീവിച്ചോ മരണത്തെ തന്നെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. ഈ സത്യം നമുക്ക് ബോധ്യമാകണം. യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പല സന്ദർഭങ്ങളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ, സഹോദരങ്ങളായ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം തിബരിയോസിൽ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. 3 വർഷത്തിന് മുൻപ് തിബരിയോസിന്റെ തീരത്ത് വെച്ച് അവർ വലയും വള്ളവും ഒക്കെ ഉപേക്ഷിച്ചതാണ്. എന്നാൽ യേശു ക്രിസ്തു മരിച്ചു എന്ന് വിചാരിച്ച് വീണ്ടും അവർ വലയും വള്ളവും എടുത്ത് തിബരിയോസിൽ മീൻ പിടിക്കാൻ പോകുന്നു. ഒരു രാത്രി മുഴുവൻ മീൻ പിടിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. നേരം നന്നേ പുലർന്നു വരുമ്പോൾ കരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ മീൻ പിടിക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവർ പറയുന്നു, ഒന്നും ലഭിച്ചില്ല, ഒന്നും കിട്ടിയില്ല. യഥാർത്ഥത്തിൽ ഈ കാര്യസാധ്യത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും സംഘടനാപരമായ മതജീവിതത്തിന്റെയും വളരെ നിരാശാജനകമായ മറുപടിയാണ് തിബരിയോസിൽ പടകിൽ മീൻ പിടിക്കുന്ന അപ്പോസ്തലന്മാര് നൽകുന്നത്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും വല വീശിയിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് കരയിൽ നിൽക്കുന്ന മനുഷ്യൻ ആരാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. നേരം നന്നേ പുലർന്നു വരുന്നേ ഉള്ളൂ. ആ കരയിൽ നിൽക്കുന്ന മനുഷ്യൻ അവരോട് പറഞ്ഞു, പടകിന്റെ വലതുവശത്ത് വലയിറക്കണം. അപ്പോസ്തോലിക പാരമ്പര്യത്തിന്റെ തുടക്കം അതാണ്. പടകിന്റെ വലതുവശത്ത് വലയിറക്കണം. അവർ വലയിറക്കിയപ്പോൾ വലിയ മത്സ്യക്കൂട്ടം വലയിലകപ്പെട്ടു. അപ്പോഴാണ് യേശു ക്രിസ്തു സ്നേഹിച്ചിരുന്ന കർത്താവ് എല്ലാ അപ്പോസ്തലന്മാരെയും സ്നേഹിച്ചിരുന്നു. എന്നാൽ ആ സ്നേഹത്തിന്റെ തീവ്രത ശക്തമായി മനസ്സിലാക്കിയ യോഹന്നാൻ അപ്പോസ്തലൻ പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, കരയിൽ നിൽക്കുന്നത് ഗുരുവാണ്, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, സുവിശേഷ പ്രവർത്തനത്തിന്റെ, പ്രേഷിത പ്രവർത്തനത്തിന്റെ
ശക്തമായ നിമിഷം ആരംഭിക്കുന്നത് കടലിലേക്ക് വല വീശിയപ്പോഴല്ല, മറിച്ചോ വലിയ മത്സ്യക്കൂട്ടത്തോടൊപ്പം വലയെ ഉപേക്ഷിക്കുവാൻ ശിഷ്യന്മാരായി തയ്യാറായ നിമിഷമാണ്. കാരണം അവർക്ക് ബോധ്യമായി, ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. തോമാസ് ശ്ലീഹ ഭാരതത്തിൽ വന്ന് രക്തസാക്ഷിയായപ്പോഴും റോമായിൽ പത്രോസ് ശ്ലീഹ രക്തസാക്ഷിയായ നിമിഷത്തിലൊക്കെ അവർക്ക് ലഭിച്ച പ്രേരക ശക്തി, അവർ കുരിശിൽ, പത്രോസ് ശ്ലീഹ കുരിശിൽ തലകീഴായി കിടക്കുമ്പോഴും ധന്യനായ മാർത്തോമാ ശ്ലീഹ കുന്തമേറ്റ് മരണത്തെ അഭിമുഖീകരിച്ചപ്പോഴും അവരുടെയൊക്കെ മുമ്പിൽ ജീവിക്കുന്നവനായ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിന്റെ സാന്നിധ്യം അവരനുഭവിച്ചു. ആ സാന്നിധ്യമാണ് വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, 114 ഓർമ്മ പരിമല തിരുമേനിയുടെ നിർവഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. പരിശുദ്ധനായ പരിമല തിരുമേനി ഈ ചരിത്ര ലോകത്തിൽ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾ എത്ര വലുതാണ്. പത്രോസ് പാത്രിക്കീസിൽ നിന്ന് മഹാപുരോഹിത സ്ഥാനമേറ്റു. അന്ന് മലങ്കര സഭയിൽ നിലനിന്നിരുന്ന മലങ്കര സഭയുടെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമായ സാഹചര്യങ്ങൾ അദ്ദേഹം പുലിക്കോട്ടിൽ വലിയ തിരുമേനിയോട് ഒരുമിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനി നിലകൊണ്ടു. ഇന്ന് മഹാപുരോഹിതന്മാർ അഭിമുഖീകരിക്കുന്നതിലധികം സഭാജീവിതത്തിന്റെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച വ്യക്തിയാണ് പരിമല തിരുമേനി. അതുപോലെ തന്നെ സഭാജീവിതത്തിൽ, വിശ്വാസ സമൂഹത്തിൽ അവരഭിമുഖീകരിച്ചിരുന്ന ദാരിദ്ര്യവും പട്ടിണിയും ഇന്നത്തെ സമ്പന്നതയുടെ നടുവിൽ നമുക്കത് മനസ്സിലാകത്തില്ല. എത്രമാത്രം പരിമല തിരുമേനി അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ വീതി കൂടി അരപ്പെട്ട അന്നത്തെ ദാരിദ്ര്യത്തിന്റെയും അദ്ദേഹം അനുഭവിച്ച ജീവിത വ്യഥയുടെയും ശക്തമായ പ്രതീകമാണ്. അതിലൊക്കെ ഭയങ്കരമാണ്, നല്ല കൊച്ചുപ്രായത്തിൽ മാരകമായ രോഗം പരിമല തിരുമേനി അനുഭവിച്ചു. സഹോദരങ്ങളെ, ഇന്ന് രോഗസൗഖ്യമെന്നും ജീവിത സുഖ സൗകര്യമെന്നും ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങളുടെ നടുവിലൂടെ ജീവിക്കുന്ന ആധ്യാത്മിക നേതൃത്വത്തിന് പലപ്പോഴും പരിമല തിരുമേനി അനുഭവിച്ച കഷ്ടതയുടെ നടുവിലെ ദൈവ സാന്നിധ്യത്തിന്റെ അർത്ഥതലം മനസ്സിലാകുന്നില്ല. അവിടെയാണ് ഈ 114 ഓർമ്മ നമുക്കൊരു വലിയ വെല്ലുവിളിയായി തീരേണ്ടത്. കഷ്ടതയുടെയും വേദനയുടെയും ശക്തമായ തീവ്രമായ മാരക രോഗത്തിന്റെയും നടുവിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, അതായിരുന്നു പരിമല തിരുമേനി നമുക്ക് കാണിച്ചു തരുന്ന വിശ്വാസ ജീവിതത്തിന്റെ മാതൃക. സഹോദരങ്ങളെ, ഈ വേദഭാഗത്തിന്റെ 2ാം വശത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ അപ്പോസ്തലൻ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ശക്തമായി പറയുന്നു. എന്റെ വചനം കേട്ടോ എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പരിമല തിരുമേനിയെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വിശേഷണവും ഇത് തന്നെയാണ്. ക്രിസ്തുവിന്റെ വചനം കേട്ടോ, ക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിച്ച പരിമല തിരുമേനി മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സുറിയാനിക്കാർ ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ ഒരു പദമുണ്ട്, ഏനാദ് എന്ന പദം. ഏനാദ് എന്ന പദത്തിൽ നിന്നാണ് ആനീദേ എന്ന നാമപദം വരുന്നത്. പരിമല തിരുമേനി മാത്രമല്ല, വിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിനെ ധരിച്ചോ, തിരുശരീര രക്തങ്ങളുടെ സമ്പത്തത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്ന എല്ലാ വിശ്വാസികളും മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മാറിപ്പോകലാണ്. വിശ്വാസിയെ സംബന്ധിച്ച് മരണം അതാണ്. മരണം ഒരു ഏനാദാണ്. അതുകൊണ്ടാണ് മരിച്ചവരെ വിശേഷിപ്പിക്കുന്നത് ആനീതേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയവർ. പരിമല തിരുമേനി ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിൽ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമ്മൾ ഏവരെ കുറിച്ചുമുള്ള വലിയ പ്രതീക്ഷയും നമ്മൾ ഏവരെ കുറിച്ചുമുള്ള ഏറ്റവും നല്ല വിശേഷണവും ഇതാണ്. നമ്മൾ ഈ ചരിത്ര ലോകത്തിൽ വെച്ച് തന്നെ നിത്യജീവന്റെ അംശികളും ജീവന്റെ അനുഭവം ചരിത്ര ലോകത്തിൽ വെച്ച് തന്നെ പ്രാപിച്ചു വരുവാണ്. നാം സ്വീകരിച്ചിരിക്കുന്ന മാമോദീസായും നാം സ്വീകരിച്ചിരിക്കുന്ന കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുമാണ്
ഈ ചരിത്ര ലോകത്തിൽ നമ്മെ നിത്യജീവന്റെ ഭാഗമാക്കി തീർത്തത്. യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കളാണ്. കാരണം മാമോദീസായിലൂടെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി. എത്ര മനോഹരമായ വാക്ക്! മരണം നീങ്ങി. അടുത്ത വാക്ക് ജയം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ഒരു വിശ്വാസി മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നവനാണ്. മരണത്തെ വിട്ട് ജീവനിലേക്ക് കടക്കുന്ന ഏനാദിന്റെ ആനീതെ എന്ന് വിളിക്കപ്പെടുന്ന അനുഭവം, അതാണ് പരിമല തിരുമേനിയെ സജീവനാക്കി തീർത്തത്. ഈ ഓർമ്മയിലും നമ്മുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് നമുക്ക് ലഭിച്ച ഈ ആധ്യാത്മിക അവകാശത്തെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. ഇന്നും ചെറുപ്പക്കാരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലുമൊക്കെ സഭാവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴും പഠിപ്പിക്കുമ്പോഴും മനസ്സിൽ വലിയ സംശയമാണ്. പലപ്പോഴും ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ സംസർഗം, അവരുടെ സജീവ അവസ്ഥ, ഇത് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. വേദപുസ്തകം വളരെ ഭംഗിയായി ഏകദേശം 87 സന്ദർഭങ്ങളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ വാങ്ങിപ്പോയവരുടെ സജീവ അവസ്ഥയെക്കുറിച്ച് അവർ ഈ ചരിത്ര ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു, അവർ സജീവരായി നിലകൊള്ളുന്നുവെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിതാവായ യാക്കോബിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. അതാണ് യഥാർത്ഥത്തിൽ മരണത്തെ വിട്ട് ജീവനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കം പഴയ നിയമത്തിൽ കാണുന്നത്. അബ്രഹാമിന്റെ മരണത്തെക്കുറിച്ചും പിതാക്കന്മാരുടെ മരണത്തെക്കുറിച്ചും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് പർവ്വതത്തിൽ വെച്ച് ദൈവദർശനം ലഭിച്ച മോശ നെബോ പർവ്വതത്തിൽ പിസ്ഗാ ഉടമ്പടിയുടെ മുകളിൽ വെച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയതും ഒക്കെ വിവരിക്കുമ്പോൾ ഈ കടന്നുപോക്കൽ, മരണത്തെ വിട്ട് ജീവനിലേക്ക് പോകുന്ന ആനീതയുടെ വിശേഷണം മനോഹരമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശദീകരിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, എഴുതുക. എഴുതുക എന്ന് പറയുമ്പോൾ തന്നെ അത് പറഞ്ഞു മാറ്റേണ്ട ഒന്നല്ല, ചരിത്രത്തിൽ നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലനോട് ആത്മാവ് പറയുന്നത്, എഴുതുക. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിച്ചോ മരണത്തെ വിട്ടോ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അരികെ സാദൂക്യരും പരീശരും വരുന്നുണ്ട്. യഹൂദ സമൂഹത്തിൽ പ്രബലമായ രണ്ട് വിഭാഗമാണ് സാദൂക്യരും പരീശരും. ഈ പഴയ നിയമത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ മരണം വരെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ശക്തമായൊരു സെമറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു യഹൂദ പശ്ചാത്തലമുണ്ട്. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ യഹൂദ മതത്തിലെ പ്രബല വിഭാഗങ്ങളായ സാദൂക്യരും പരീശന്മാരും, അതിൽ സാദൂക്യരെ പുനരുത്ഥാനത്തെക്കുറിച്ചോ മാലാഖമാരെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ വിശ്വസിക്കുന്നില്ല. സാദൂക്യരെ സംബന്ധിച്ച് പുനരുത്ഥാനമില്ല, ആത്മാവില്ല, മാലാഖമാരില്ല, സെലസ്റ്റിയൽ ബീയിങ്സ് ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ പരീശന്മാർ അല്പം കൂടെ ഭക്തരാണ്. അവരിവ മൂന്നും, ഏത് മൂന്നും? പുനരുത്ഥാനവും ആത്മാവും മാലാഖമാരും ഉണ്ടെന്ന് വിചാരിച്ചു. ഇവര് തമ്മിൽ തർക്കവിതർക്കങ്ങൾ സ്വാഭാവികമാണ്. ഈ രണ്ടു കൂട്ടരും ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ അരികെ വന്നു. കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വളരെ രസകരമായി ബുദ്ധിപരമായി സാദൂക്യർ ഈ വിഷയം അവതരിപ്പിച്ചു. സാദൂക്യര് യേശുക്രിസ്തുവിനോട് പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു, എന്നാൽ മക്കൾ ഉണ്ടാകാതെ പുരുഷൻ മരിച്ചു. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്ന സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് മക്കളുണ്ടാകാതെ ഒരു പുരുഷൻ മരിച്ചു, ആ സ്ത്രീ ശേഷിച്ചാൽ ആ സ്ത്രീ ഈ പുരുഷന് സഹോദരന്മാരുണ്ടെങ്കിൽ അവനെ വിവാഹം കഴിക്കണം. സാദൂക്യർ വളരെ യുക്തിപൂർവം അവതരിപ്പിച്ചു. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മക്കളുണ്ടാകുന്നതിന് മുമ്പ് മരിച്ചു. ആ കൂട്ടത്തിൽ അവർ വിശദീകരിച്ചത്,
ഈ പുരുഷൻ 7 സഹോദരന്മാരുണ്ടായിരുന്നു. 7 സഹോദരന്മാരും ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു. 7 പേരും മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് മരിച്ചുപോയി. ഇനിയാണ് ചോദ്യം, ഇനിയാണ് പ്രസക്തമായ ചോദ്യം. സാദൂക്യർ ചോദിച്ചു, പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആർക്ക് ഭാര്യയായിരിക്കും? കാരണം സാദൂക്യരെ സംബന്ധിച്ചോ പുനരുത്ഥാനമില്ല, ആത്മാവില്ല, മാലാഖമാരില്ല. അതാണ് അവരുടെ വിശ്വാസം. യെശയ്യാ പ്രവചനത്തിലും സങ്കീർത്തനങ്ങൾ ചില ഭാഗങ്ങളിലും ഈ ഒരാശയത്തിന്റെ ധ്വനികളുണ്ട്. അതെടുത്തു വെച്ചുകൊണ്ടാണ് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്നൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ക്യാമ്പസുകളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും ഒക്കെ പഠിപ്പിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പം വിശ്വാസിക്ക് വലിയ വലിയ പ്രതിസന്ധിയാണ്. എന്തിനാണ് ധൂപപ്രാർത്ഥന നടത്തുന്നത്? എന്തിനാണ് വാങ്ങിപ്പോയവരെ ഓർക്കുന്നത്? പരിമല തിരുമേനിയുടെ ഓർമ്മയുടെ പ്രസക്തി എന്താണ്? ഒന്നാമത്തെ പ്രസക്തി പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനം. രണ്ടാമത്, മാമോദീസായിലൂടെ ക്രിസ്തുവിനെ ധരിച്ചവർ, തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തിലൂടെ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായവർ, അവർ മരണത്തെ വിട്ട് പിന്നെ എന്നെ ഞാൻ പറഞ്ഞു ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവർ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സാദൂക്യർ ചോദിച്ചു, 7 പുരുഷന്മാരും മരിച്ചു, അവസാന സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആർക്ക് ഭാര്യയായിരിക്കും? അവർ പ്രതീക്ഷിച്ച ഉത്തരം എന്താണെന്നറിയാവോ? അവർ പ്രതീക്ഷിച്ച ഉത്തരം, യേശു ക്രിസ്തു ഇങ്ങനെ പറയണം. ഈ പരീശന്മാര് പറയുന്നത് പോലെ പുനരുത്ഥാനം ഇല്ല, മാലാഖമാരില്ല, ആത്മാവുമില്ല. വരുവാനിരിക്കുന്ന ലോകത്തിന്റെ അനുഭവത്തെക്കുറിച്ച്, പുനരുത്ഥാന അനുഭവത്തെക്കുറിച്ച് യേശു ക്രിസ്തു ഒരു മറുപടി നൽകുന്നത് സാദൂക്യർക്ക് അനുകൂലമായിരിക്കും എന്നാണ് സാദൂക്യർ പ്രതീക്ഷിച്ചത്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത് എന്താ? യേശു ക്രിസ്തു പറഞ്ഞതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. കർത്താവ് പറഞ്ഞു പുനരുത്ഥാനത്തിൽ. എന്നാ പറഞ്ഞത്? പുനരുത്ഥാനത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് ചേർക്കപ്പെടുന്നില്ല. അവർ മാലാഖമാരെ പോലെ ആയിരിക്കും. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു തന്റെ ഉത്തരത്തിലൂടെ പുനരുത്ഥാനം ഉണ്ടെന്നും മാലാഖമാരുണ്ടെന്നും ഈ സ്ഥൂല ശരീരം മാറിയിട്ട് യഥാർത്ഥത്തിൽ സെലസ്റ്റിയൽ ബീയിങ്സിന്റെ പോലെ മാലാഖമാരെ പോലെയുള്ള ദിവ്യ ശരീരത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും യേശു ക്രിസ്തു പറഞ്ഞു. സഹോദരങ്ങളെ, അവിടെയാണ് അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ അടിസ്ഥാനം നമ്മൾ ദർശിക്കുന്നത്. മറിയയും മാർത്തയും കരഞ്ഞുകൊണ്ട് യേശുവിന്റെ അരികെ വന്നു. യേശുവിനോട് പറഞ്ഞ്, ലാസർ മരിച്ചു, ഗുരുവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ പ്രതികരണം എത്ര ശക്തമാണ്! യേശു ക്രിസ്തു പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. എന്താണ് ദൈവമഹത്വം? യേശു ക്രിസ്തു വ്യക്തമാക്കി, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അടുത്ത വാചകം, എന്നിൽ വിശ്വസിക്കുന്നവൻ, ബാക്കി പറ, എന്നിൽ വിശ്വസിക്കുന്നവൻ. ഈ വാക്യമൊന്നും ഓർത്തഡോക്സുകാർക്ക് അറിയത്തില്ല, അതാ ഗതികേട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പരിമല തിരുമേനിയുടെ 114 ഓർമ്മ ആദരപൂർവം സഭ നിർവഹിക്കുന്നതിന്റെ അടിസ്ഥാനം, എന്നെ അയച്ചവനിൽ വിശ്വസിച്ച്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഏനാദെന്ന ആനീത എന്ന വിശേഷണം, അതാണ് ഇന്നത്തെ പ്രത്യേകിച്ച് പരിമല തിരുമേനിയുടെ ഓർമ്മയിലെ ഏറ്റവും പ്രസക്തമായ രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആശയം, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. അടുത്ത വാക്ക്, കേൾക്കുന്നവർ പുനരുത്ഥാനം ചെയ്യും. ഈ സുറിയാനിക്കാർ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വാക്ക്, വാങ്ങിപ്പോയവർക്ക് നല്ല വിശേഷണം. ഒന്നാമത് ഞാൻ പറഞ്ഞു ആനീതേ. രണ്ടാമത് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് സ്കേബ്
അൽ സബറോക്ക്. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചാൽ മതി. സ്കേബ് അർത്ഥം they slept, അവർ ഉറങ്ങുന്നു. അൽ സബറോക്ക്, നിന്റെ പ്രത്യാശയിൽ ഉറങ്ങുന്നവർ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, മരിച്ചവർ സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. കേൾക്കുന്നവർ പുനരുത്ഥാനം ചെയ്യും. കാരണം ആരാണ് മരിച്ചവർ? സർവശക്തന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ആ ശബ്ദത്തിന്റെ പ്രത്യാശയോടെ ഉറങ്ങുന്നവരാണ് വാങ്ങിപ്പോയവർ. അതുകൊണ്ടാണ് ഈ നിദ്ര പ്രാപിച്ചു എന്ന വിശേഷണം മരണത്തിന് നമ്മുടെ പാരമ്പര്യത്തിൽ വന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തോലിക പാരമ്പര്യമാണ്. ഈ ചരിത്ര ലോകം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഇതിനപ്പുറമായി നിത്യജീവന്റെ വലിയൊരു അവകാശം നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ വാങ്ങിപ്പോയവരെ കുറിച്ച് വലിയൊരു പ്രത്യാശയുണ്ട്. യഥാർത്ഥത്തിൽ ഈ സത്യത്തിന്റെ ചരിത്രപരമായ ആവിഷ്കാരമാണ് ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ വെച്ച് യേശുക്രിസ്തു നിർവഹിച്ചത്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും എന്നതിന് ചരിത്ര ലോകത്തിൽ തന്നെ യേശുക്രിസ്തു തെളിവ് നൽകി. അതാണ് കർത്താവ് ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട്, ലാസറേ പുറത്തു വരിക, അവൻ കെട്ടപ്പെട്ടവനായി പുറത്തു വന്നു. കാരണം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. ശബ്ദം കേൾക്കുന്നവർ, ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവന് വേണ്ടി പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ പുനരുത്ഥാനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ ഒരു വാക്കൂടെ എഴുതി ചേർത്തിട്ടുണ്ട്. അതിനുള്ള സമയം ഇപ്പോഴാകുന്നു, ഇപ്പോൾ തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. അത് എത്രമാത്രം മനസ്സിലാകും എന്നെനിക്കറിയത്തില്ല. ഈ ലോകാവസാനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് 2017 സെപ്റ്റംബർ മാസം 8-ാം തീയതി, അല്ലെങ്കിൽ 2000-ന് മുമ്പ് ജീവിച്ചിരുന്ന ചിലർക്കൊക്കെ അറിയാം, 2000 എന്ന വർഷം വരുമ്പോഴത്തേന് എന്തെല്ലാം പ്രവചനങ്ങളായിരുന്നു. ഈ തീയതിയിൽ ലോകാവസാനം സംഭവിക്കും. എന്നാൽ നമ്മെ സംബന്ധിച്ച് ലോകാവസാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസമല്ല, മറിച്ചോ ഈസ് എ പീരിയഡ് ഓഫ് ടൈം. അതൊരു കാലഘട്ടമാണ്. എസ്കറ്റോളജി represents never a local time, but it's a period of time. യഥാർത്ഥത്തിൽ യുഗാന്ത്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയമല്ല, ഒരു കാലഘട്ടം. ഏതാണ് കാലഘട്ടം? യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം മുതൽ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് യുഗാന്ത്യം എന്ന് പറയുന്നത്. ഒന്നുകൂടി അച്ഛൻ പറയാം, എന്നാ യുഗാന്ത്യം? യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം മുതൽ കർത്താവിന്റെ 2ാമത്തെ വരവ് വരെയുള്ള കാലഘട്ടത്തിന് പറയുന്ന പേരാണ് യുഗാന്ത്യം. അപ്പൊ ഈ കാലഘട്ടം ഏതാ? ഇതാണ് യുഗാന്ത്യ കാലഘട്ടം. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടോ, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എന്നിട്ട് വ്യക്തമായി പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ പുനരുത്ഥാനം ചെയ്യും. അതിനുള്ള നാഴിക ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു. പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് റിവീൽഡ് എസ്കറ്റോളജി എന്നാണ്. റിവീൽഡ് എസ്കറ്റോളജി, വെളിപ്പെട്ടിരിക്കുന്ന യുഗാന്ത്യം. അതുകൊണ്ടാണ് കല്ലറയുടെ വാതിക്കൽ നിന്ന് ചീഞ്ഞഴിഞ്ഞു എന്ന് സഹോദരിമാര് പറഞ്ഞിട്ടും പുനരുത്ഥാനത്തിന്റെ സാധ്യത ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നുവെന്ന് തെളിയിക്കാനാണ് യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നു. ഞാനും നിങ്ങളും പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നു. അതിപ്പോൾ തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും
എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാനും നിങ്ങളും ആരാധനയിൽ യഥാർത്ഥത്തിലുള്ള ശൗത്തോപ്പൂസോ ക്രിസ്തു ശരീരത്തിലുള്ള സംബന്ധത്തിലൂടെ ഈ ചരിത്ര ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നു. അതാണ് വെളിപ്പെട്ട, ചരിത്രത്തിന് വെളിപ്പെട്ട യുഗാന്ത്യത്തിന്റെ അനുഭവം. ഈ കബറിടം തേജസ്കരണത്തിന്റെ മനോഹര മാതൃകയായി നിലകൊള്ളുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ചരിത്ര ലോകത്തിൽ വെച്ച് തന്നെ വിശുദ്ധ ജീവിതം കൊണ്ട് പുനരുത്ഥാനത്തിന്റെ മഹനീയ മാതൃക പരിമല തിരുമേനിയിൽ വിളങ്ങി എന്നതാണ്. അതുകൊണ്ടാണ് ഈ 114-ാമത്തെ വർഷത്തിലും ആ പരിശുദ്ധന്റെ ജീവിതം, ആ പരിശുദ്ധന്റെ ഓർമ്മ സജീവമായി നിലനിൽക്കുന്നത്. സഹോദരങ്ങളെ, ഈ വേദഭാഗത്തിന്റെ അവസാന ഭാഗം, ഒന്നാമത് ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഉയർത്തെഴുന്നേറ്റ യേശുവാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോഴും ഓർക്കണം, പരിമല തിരുമേനി നമുക്ക് കാണിച്ചു തരുന്നത് കഷ്ടപ്പാടിന്റെയും വേദനയുടെയും നടുവിൽ കർത്താവിന്റെ സാന്നിധ്യമാണ്. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, യേശു ക്രിസ്തു നമ്മുടെ മധ്യേ ജീവിക്കുന്നു എന്ന ബോധ്യം, അതാണ് വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. രണ്ടാമത് ഞാൻ പറഞ്ഞു, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിച്ച്, ക്രിസ്തുവിനെ അയച്ച പിതാവാം ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അത് വിശുദ്ധ മാമോദീസായിലൂടെയും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തിലൂടെയും നാം സിദ്ധിച്ചതാണ്. നാം മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഏനാദിന്റെ അനുഭവം, ആനീത എന്ന വിശേഷണം, അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ അവകാശം. മൂന്നാമത് ഞാൻ ഓർമ്മിപ്പിച്ചത്, യഥാർത്ഥത്തിൽ വാങ്ങിപ്പോയവരുടെ നമ്മുടെ പാരമ്പര്യം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷണം, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. ഇപ്പോൾ അവർ they slept upon your hope, നിന്റെ പ്രത്യാശയിൽ അവർ ഉറങ്ങുകയാണ്. സ്കേബ് അൽ സബറോക്ക്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ വേദഭാഗം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്, നമ്മൾ ഈ ദുഃഖറോനോ എന്ന പദം, ഓർമ്മ, പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാള്, വിശ്വാസികളുടെ ഓർമ്മ, നമ്മൾ സാധാരണ ഉപയോഗിക്കും. പക്ഷേ ഈ പദം മലയാളത്തിൽ വിവിധങ്ങളായ അർത്ഥമുള്ളത് കൊണ്ട് അർത്ഥശോഷണം സംഭവിച്ചിരിക്കുകയാണ്. എന്താ ഓർമ്മ? ദുഃഖറോനോ എന്ന് പറയുന്നത് ഒരു പഴയ സംഭവത്തിന്റെ ഇന്നത്തെ ഓർമ്മയല്ല. 114 വർഷം മുമ്പ് മരിച്ച പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരാവർത്തനമോ അനുസ്മരണമോ അല്ല ഓർമ്മ. എന്താണ് ഓർമ്മ? ഏറ്റവും നല്ലൊരു വാക്ക് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. ഏതാ പുസ്തകം ഏതാ? കൊലോസ്യ ലേഖനം. അധ്യായം ഏതാ? 3-ാം അധ്യായം. വാക്യം ഏതാ? 3-ാം വാക്യം. വേറെ അനവധി വാക്യങ്ങളുണ്ടെങ്കിലും ഓർത്തിരിക്കാൻ എളുപ്പമായതുകൊണ്ട് ഈ വാക്യം പറയുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. അവിടെ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പരിമല തിരുമേനിയെ ഓർത്ത് ഒരു പോലിങ്ങും മോർഗ്രിഗോറിയോസ് ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. ആവർത്തിച്ച് ദുഃഖറോനോ എന്ന പദം വരും. പക്ഷെ എന്നെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല. പരിശുദ്ധനായ പരിമല തിരുമേനി, അവിടുത്തെ ഓർമ്മ മേൽ സ്വർഗങ്ങളിൽ നിലനിൽക്കുന്നു. എന്താണ് ഓർമ്മ സ്വർഗത്തിൽ നിലനിൽക്കുന്നത്? പരിശുദ്ധനായ പരിമല തിരുമേനി കാലം ചെയ്തിട്ട് തിരുമേനിയുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതാണ് ദുഃഖറോനോ. ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നുവെന്ന ബോധ്യമാണ് ഓർമ്മ. കേവലം ഒരു സ്മരണയല്ല, പഴയകാല സംഭവം ചികഞ്ഞെടുത്ത് നമ്മുടെ സ്മരണയിലേക്ക് കൊണ്ടുവരുന്നതല്ല, മറിച്ച് നിത്യമായി ദൈവസന്നിധിയിൽ
ജീവൻ നിലനിൽക്കുന്നു എന്ന ബോധ്യം, അതാണ് ഓർമ്മ. അതുകൊണ്ടാണ് ഓർമ്മ കഴിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്താ കാരണമെന്നറിയാവോ? പരിമല തിരുമേനിയുടെ ഓർമ്മ ആചരിക്കപ്പെടാതിരിക്കുവാൻ നിർവാഹമില്ല. പരിശുദ്ധനായ അപ്രേമിന്റെയും തേബോദോറോസിന്റെയും ഓർമ്മ വലിയ നോയമ്പിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ്. പിതാക്കന്മാരെഴുതി, കർത്താവേ നിന്റെ വിശുദ്ധന്മാരുടെ ഓർമ്മ യഥായോഗ്യം ആചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾക്ക് യോഗ്യതയില്ല. എന്താ യോഗ്യതയില്ലാത്തതിന്റെ കാരണം? വാങ്ങിപ്പോയ പിതാക്കന്മാരുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നുവെന്ന സത്യവിശ്വാസത്തിന്റെ അവബോധം അത് ലഭിക്കുമ്പോഴാണ് പരിശുദ്ധന്മാരുടെ ഓർമ്മ കഴിക്കാൻ യോഗ്യത ലഭിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ബോധ്യം നമുക്കുണ്ടാകണം. അവിടെയാണ് മരിച്ചാലും സ്മരിക്കപ്പെടുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 114 ഓർമ്മ, ആ ഓർമ്മ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളും ഈ നശ്വരമായ ലോകത്തിൽ നിന്ന് ജീവിതം അവസാനിപ്പിച്ച് അനശ്വരമായ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കും. ഇതേ അർത്ഥമാണ് യേശു ക്രിസ്തു വലത്ത് ഭാഗത്തെ കള്ളനോട് പറഞ്ഞത്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ. അദ്ദേഹം പറഞ്ഞ വാക്കും ദുഃഖറോനോ ആണ്. അദ്ദേഹം പറഞ്ഞ എന്നാന്നോ? കർത്താവേ നീ രാജത്വം പ്രാപിക്കുമ്പം റിമെമ്പർ മീ, എന്നെയും ഓർക്കണമേ. ഉടനെ കർത്താവ് മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ. എന്താ പറുദീസ? വെള്ളിയാഴ്ചത്തെ ലിലിയോ പ്രാർത്ഥനയിലുണ്ട്. വിശുദ്ധന്മാരും ഒനുവായക്കാരും ദയറാക്കാരും അവരുടെ ദേശമാണ് പറുദീസ. കാരണം അവരുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിലായിരിക്കുന്ന, അതാണ് പറുദീസ. പരിമല തിരുമേനി പറുദീസായിൽ, നമ്മുടെ വാങ്ങിപ്പോയവർ പറുദീസായിൽ. അവരുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, ക്രിസ്തുവിനോടുകൂടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും ഒരുമിച്ചാണ് നമ്മളെ ഓർമ്മ കഴിക്കുന്നത്. സഹോദരങ്ങളെ, അർത്ഥവത്തായി ഈ ഓർമ്മ കഴിക്കുവാൻ, പരിശുദ്ധന്മാരുടെ ഓർമ്മ നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.